സ്വാഗതം. ടൊറാക്കിൾ ബൈന്ദര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇപ്പം ഇന്ന് 51 അക്ഷര ദേവികളിൽ ഇന്ന് വന്നിരിക്കുന്നത് ക്ഷേമകരി ദേവിയുടെ മെസ്സേജാണ്. ആ മെസ്സേജ് എന്താ നോക്കിയാലോ. അന്യരെ ഭത്സിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസാര സാഗര ബന്ധത്തിന് ഇടവരുന്നതാണ്. അഹിംസ പരമോധർമ്മ എന്നാണ് ഇവിടെ പറയണത്. അതായത് ഒരു ജീവികളെയും ഒരു മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഒരാൾക്കും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വേദനയും കൊടുക്കരുത് എന്ന് പറയണം. അഹിംസ പരമോധർമ്മ. ഒരാളെ ഉപദ്രവിക്കരുത്. വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ ഈ സംസാര സാഗരത്തിൽ പെട്ട് ഉഴലും എന്നാണ് പറയണത്. അഹിംസ പരമോധർമ്മ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കർമ്മസിദ്ധാന്ത പ്രകാരം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു വേദന, ഏതൊരു കർമ്മം, ഏതൊരു ഉപദ്രവം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തോ അത് അതുപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചു വരും. അതുതന്നെയാണ് ഈ സംസാര സാഗര ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക. അഹിംസ പരമോധർമ്മ. ഇതാണ് ഇവിടെ ക്ഷേമഗിരി ദേവിയുടെ സന്ദേശം. ഇത് ഉൾക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണമെന്നാണ് ദേവി പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദന കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കർമ്മസിദ്ധാന്ത പ്രകാരം ആ വേദന നമ്മളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതാണ് കർമ്മസിദ്ധാന്തം. അപ്പം അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ദേവിയുടെ സന്ദേശം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.